ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് 5 വൈൽഡ് കാർഡുകളിൽ ഒന്നാണ് സെലിബ്രിറ്റി ഇന്റർവ്യൂവറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മസ്താനി. ആദ്യ ദിവസം മുതൽ തന്നെ സദാചാരവും കുത്തിത്തിരിപ്പും പേഴ്സണൽ അറ്റാക്കും നടത്തുന്ന മസ്താനി ക്വാളിറ്റി ഇല്ലാത്ത മത്സരാർത്ഥിയാണെന്ന് പൊതുവെ ഉള്ള വിമർശനം. വന്ന ദിവസം നടന്ന ടാസ്കിൽ ബി ഹൗസിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആൾ രേണുസുതിയാണെന്ന് പറഞ്ഞ മസ്താനി അന്ന് തന്നെ ഇക്കാര്യം വീണ്ടും എടുത്തിട്ടു. ഇത്തവണ അത് വ്യക്തിപരമായ ആക്രമണമായിരുന്നു. രേണുസുതി വിധവാ കാർഡ് എടുക്കുന്നു എന്നായിരുന്നു പറഞ്ഞായിരുന്നു ആക്രമണം. തൻ്റെ ഭർത്താവിനെ പറ്റി പറയണ്ട എന്ന് പലതവണ രേണു പറഞ്ഞുവെങ്കിലും മസ്താനി സുധിച്ചേട്ടൻ മരിച്ചല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നത് എന്ന് ചോദിച്ച് പ്രകോപിപ്പിച്ചു. ഇതിനുശേഷമാണ് സദാചാരവാദം. ആര്യനും ജിസയിലും പുതുപ്പനടയിൽ അരുതാത്തത് ചെയ്തുവെന്ന സമയം മുതൽ മസ്താനി പറയുന്നുണ്ട്. അനുമോൾ ഈ ആരോപണം ഉയർത്തിയത് മസ്താനിയുടെ വാക്കുകേട്ടാണ്. ശേഷം ഡെമോ ചെയ്ത് കാണിക്കാൻ അനുമോളെ സഹായിച്ചത് മസ്താനി തന്നെ. സദാചാരവാദത്തിന് ശേഷം കുത്തിത്തിരിപ്പ്. അനുമോളോട് ചെന്ന ശൈത്യയെപ്പറ്റി മസ്താനി പറയുകയാണ്. സുഹൃത്തായിട്ടിരുന്നിട്ട് ശൈത്യ പിന്നിൽ നിന്ന് കുത്തുകയാണെന്ന് മസ്താനി പറയുന്നു. തുടക്കം മുതൽ തന്നെ ഇങ്ങനെയാണെന്ന് മസ്താനി പറയുമ്പോൾ അനുമോൾ കരയുന്നുണ്ട്. ഇതിനിടെ റെനയുടെ കാമുകനെ പറ്റി മസ്താനി പറയുന്നുണ്ട്. ഇത് കേട്ട് റെനയും പൊട്ടിക്കരഞ്ഞു. സദാചാരവാദവും പേഴ്സണൽ അറ്റാക്കുമല്ലാത്ത മസ്താനിക്ക് വേറെ ഗെയിം ഒന്നുമില്ലേ എന്ന് ഉയരുന്ന വിമർശനം. ബിഗ് ബോസ് വിട്ട് നിൽക്കാൻ യോഗ്യതയില്ലാത്തവളാണ് മസ്താനി എന്നും പ്രേക്ഷകർ കുറ്റപ്പെടുത്തുന്നു. നിരവധി സെലിബ്രിറ്റി അഭിമുഖങ്ങൾ ചെയ്തിട്ടുള്ള അവതാരക കൂടിയാണ് മസ്താനി എന്ന അൻവർ സുൽത്താന.